വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയർന്നതോടെ മലയാളികളുടെ അടുക്കളയിൽ ആശങ്കയും തിളയ്ക്കുകയാണ്. കേരഫെഡിന്റെ വെളിച്ചെണ്ണയുടെ വില ഒറ്റയടിക്ക് 110 രൂപ വർദ്ധിച്ച് 529ലേക്ക് എത്തിയിട്ടുണ്ട്. ഓണക്കാലത്തും വില കുറയാനുള്ള സാധ്യത ഇല്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റത് ദിവസം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അടിച്ച 85 രൂപ 100. ഇപ്പം നമ്മളവിടെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇതിന് ഒരു 90 രൂപയ്ക്കും കൊടുക്കണം. വെളിച്ചെണ്ണ അതേപോലെ 400-450 രൂപയായി. ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ പറ്റില്ല. നമ്മളെ പോലെ അത്തപ്പാടികളത്തിൽ ഈ ദിവസം ഓണക്കാകുമ്പോൾ തേങ്ങയൊക്കെ ഒരു 150 രൂപയെങ്കിലും ആവും ഈ പോക്കാണെങ്കിൽ. ഭയങ്കര വില കൂടുതലാ എല്ലാറ്റിനും. ഇപ്പൊ വെളിച്ചെണ്ണ ഭയങ്കര വില കൂടുതലാ. ഇപ്പം ഓണത്തിനൊക്കെ എങ്ങനെയാ വില വാങ്ങിക്കാന്നൊരു ആയിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഇത്ര വില കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വില കുറയാനൊരു ചാൻസ് ഇല്ല. ഓണത്തിന് നാച്ചുറലി വില കൂടുതലേ ഉള്ളൂ. ഇത് ഇവരുടെ മാത്രം പ്രതികരണമല്ല. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില ഉയർന്നതോടെ ഓരോ മലയാളിയും പങ്കുവെക്കുന്ന ആശങ്കയാണിത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും നാളികേരം 35 മുതൽ 40 രൂപ വരെയായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും വില വല്ലാതെ ഉയർന്നു തുടങ്ങിയത്. ഉപഭോക്താക്കളെ മാത്രമല്ല കച്ചവടക്കാരെയും വിലവർദ്ധനവ് പ്രതിസന്ധിയിലാക്കി. നിലവിലുള്ള മാർക്കറ്റിൽ സെയിൽ വളരെ കുറവാണ്, ശകലം കുറവാണ്. കാരണം എല്ലാവരും ഈ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവല്ലേ. അപ്പം അതുകൊണ്ട് സെയിൽ നേരത്തെ ഉള്ളേക്കാളും സെയിൽ കുറവ്. കാരണം കൊപ്ര ഇല്ലാതെ കൊണ്ടാണ് എന്നുള്ള ഒരു ഇതാണ് അറിയപ്പെടുന്നത്. കാരണം ചില ഇത് കൊപ്രകൾ ഇപ്പം തേങ്ങ വില കൂടുതലാണ്, നേരത്തെ ഉള്ളവരും തേങ്ങ വില കൂടുതലാണ്. അതുകൊണ്ട് കൊപ്ര ഇല്ലാതെ വേണം വില കൂടാനായിട്ട്. അതാണ് ഇതിൻ്റെ സാധ്യത. സാധാരണക്കാരുടെ അത്താണിയായ സപ്ലൈകോയിൽ വിലക്കുറവാണെങ്കിലും ഒട്ടുമിക്ക സ്റ്റാളുകളിലും വെളിച്ചെണ്ണ ലഭ്യമല്ല. വിപണി വില പെട്ടെന്ന് ഉയർന്നതോടെ വിതരണക്കാർ സപ്ലൈ നിർത്തിവെച്ചതാണ് ഇതിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം കാരണം തേങ്ങയുടെ ഉൽപാദനം ആഗോളതലത്തിൽ തന്നെ കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള വരവും നിലച്ചു. നാളികേര വില കിലോയ്ക്ക് 100 രൂപയോട് അടുക്കുകയാണ്. അതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നതിന് പിന്നിലെ പ്രധാന കാരണം നാളികേരത്തിന്റെ ലഭ്യതക്കുറവാണ് എന്ന് കേരഫെഡ് MD സാജു കെ സുരേന്ദ്രൻ. കാലാവസ്ഥാ വ്യതിയാനം മൂലം തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാളികേരത്തിന്റെ ലഭ്യതയിലും വ്യാപാരത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിലെ നാളികേര വിപണിയിലും സ്ഥിതി സമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഓണക്കാലത്തും ഉയർന്ന നിരക്ക് തുടരാനാണ് സാധ്യത.